മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ച തമിഴ്നാട് ബിജെപി അധ്യക്ഷൻ അണ്ണാമലയ്ക്കെതിരെ കേസ്. ധർമ്മപുരി ക്രിസ്ത്യൻ പള്ളിയിൽ കയറി പ്രകോപനമുണ്ടാക്കാൻ ശ്രമിച്ചെന്ന പള്ളിപ്പെട്ടി സ്വദേശി കാർത്തികിന്റെ പരാതിയിലാണ് കേസെടുത്തത്. നിഖിലുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി. നിഖിൽ, എന്താണ് സംഭവം? കീർത്തി, സംസ്ഥാനത്ത് ബി.ജെ.പി. നടത്തുന്ന എൻ മൺ എൻ മക്കൾ എന്ന യാത്രയുടെ ഭാഗമായി ധർമ്മപുരിയിൽ എത്തിയപ്പോഴായിരുന്നു അണ്ണാമലയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രകോപനം ഉണ്ടായത്. അതായത് മണിപ്പൂർ വിഷയം ചൂണ്ടിക്കാട്ടി ഈ ധർമ്മപുരിയിലെ പള്ളിയിൽ അവർ ലേഡി ഓഫ് ലൂർദ് ദേവാലയത്തിലെ പ്രതിമയിൽ കന്യാമറിയത്തിൻ്റെ രൂപത്തിൽ മാലയിടാൻ ശ്രമിച്ച അണ്ണാമലയെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ തടയുന്ന ഒരു സംഭവമുണ്ടായിരുന്നു. ഈ സംഭവത്തിൽ അതേസമയം തിരിച്ചൊരു പ്രകോപനമുണ്ടാക്കാനുള്ള ശ്രമമാണ് അണ്ണാമലയുടെയും ബി.ജെ.പി. പ്രവർത്തകരുടെയും ഭാഗത്തു നിന്ന് അവിടെ ഉണ്ടായത്. അതോടുകൂടിയാണ് വലിയൊരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന സാഹചര്യമുണ്ടായത്. മണിപ്പൂരിൽ തങ്ങളുടെ കൂട്ടത്തിലുള്ള ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുമ്പോൾ നോക്കി നിന്നവരാണ് ബി.ജെ.പി. മണിപ്പൂരിൽ ക്രിസ്തീയ സമൂഹത്തിൽപ്പെട്ട ആളുകളെ കൊന്നൊടുക്കുന്ന സമയത്ത് ഒരു നടപടികളും സ്വീകരിക്കാതിരുന്ന ആളുകളാണ് ബി.ജെ.പി. അങ്ങനെയുള്ള ബി.ജെ.പിയുടെ പ്രതിനിധിയായ അതിൻ്റെ സംസ്ഥാനത്തെ അധ്യക്ഷനായ അണ്ണാമലയ്ക്ക് ഈ രൂപത്തിൽ മാലയിടാനോ മാലയിടാനുള്ള അർഹതയില്ല, അതിന് ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന ഒരു കാര്യമായിരുന്നു അവിടെ കൂടി നിന്നിരുന്ന യുവാക്കൾ ഉയർത്തിയത്. എന്നാൽ ഈ യുവാക്കളോട് ഇത് ചെയ്ത് മാത്രമേ തങ്ങൾ മടങ്ങൂ എന്ന ബി.ജെ.പി. സംഘം അണ്ണാമലയുടെ നേതൃത്വത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുകയായിരുന്നു. ഇതാണ് അവിടെ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതിലേക്ക് എത്തിയത്. ധർമ്മപുരി പാപ്പിറെഡ്ഡിപ്പട്ടിയിലെ അവർ ലേഡി ഓഫ് ലൂർദ് ദേവാലയത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള ഒരു സംഭവം നടന്നത്. ബി.ജെ.പി. നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരും ഒപ്പം തന്നെ മണിപ്പൂർ സർക്കാരും ഈ ക്രിസ്തീയ വിഭാഗത്തിനെതിരെ മണിപ്പൂരിൽ കുറേ മാസങ്ങളായി നടക്കുന്ന ഈ അതിക്രമങ്ങൾക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാതെ, ഒരു വംശീയ ഹത്യ എന്ന നിലയിൽ തന്നെ അവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു നടപടിയും സ്വീകരിക്കാതെ നിഷ്ക്രിയരായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഇവിടെ ഈ പള്ളിയിൽ വന്ന് ഇത്തരത്തിൽ രൂപത്തിൽ മാലയിടുന്നതൊക്കെ പ്രഹസനമാണ് എന്ന രീതിയിലുള്ള ഒരു എതിർവാദം തന്നെയായിരുന്നു അവിടെ കൂടി നിന്നവർ ഉന്നയിച്ചത്. അത് പക്ഷേ തിരിച്ചുള്ള ഒരു പ്രകോപനമാക്കി എടുക്കുകയും ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയുമായിരുന്നു അണ്ണാമലയുടെ നേതൃത്വത്തിൽ ചെയ്തത്. എന്തു തന്നെ വന്നാലും രൂപത്തിൽ മാല ഇട്ടതിന് ശേഷം മാത്രമേ മടങ്ങൂ എന്നൊരു നിലപാടിലേക്ക് അണ്ണാമല എത്തുകയും ചെയ്തു. പിന്നീട് പോലീസ് ഇടപെട്ട് പ്രതിഷേധക്കാരെ അവിടെ നിന്ന് മാറ്റുകയും അതിനുശേഷം രൂപത്തിൽ മാലയിട്ട് മടങ്ങുകയുമായിരുന്നു അണ്ണാമലൈ ചെയ്തത്. ഈ സംഭവത്തിന് പിന്നാലെ കാർത്തിക് എന്ന യുവാവ് നൽകിയ പരാതിയിലാണ് ഇപ്പോൾ അണ്ണാമലയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചു, ആരാധനാലയമുള്ള സ്ഥലത്ത് സംഘർഷമുണ്ടാക്കാൻ ശ്രമിച്ചു, മതവൈര്യമുണ്ടാക്കാൻ ശ്രമിച്ചു, സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിച്ചു തുടങ്ങിയ കുറ്റങ്ങളാണ് അണ്ണാമലയ്ക്കെതിരെ ഈ വിഷയത്തിൽ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഏതായാലും ബി.ജെ.പിക്കെതിരെ ഈ വിഷയത്തിൽ ക്രിസ്തീയ സമൂഹത്തിനിടയിൽ വലിയ രോഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനിടയിലാണ് എൻ മൺ എൻ മക്കൾ എന്ന യാത്രയുമായി തമിഴ്നാട്ടിൽ ഇപ്പോൾ പര്യടനം തുടർന്നുകൊണ്ടിരിക്കുന്ന അണ്ണാമലൈ ഈ ധർമ്മപുരിയിലെ പള്ളിയിലെത്തുന്നത്. അവിടെ സ്വാഭാവികമായ ഒരു പ്രതികരണം വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. തങ്ങളുടെ സഹോദരങ്ങളായ ക്രിസ്ത്യാനികളെ മണിപ്പൂരിൽ കൊന്നൊടുക്കുമ്പോൾ കേന്ദ്രമോ മണിപ്പൂർ സർക്കാരോ ഒരു നടപടിയും സ്വീകരിക്കാതെ ഇപ്പോൾ ഇവിടെ വന്ന് ഈ രൂപത്തിൽ മാലയിടുന്നതൊക്കെ പ്രഹസനമാണ്, അത്തരം പ്രഹസനങ്ങൾ അംഗീകരിക്കാൻ തങ്ങൾ തയ്യാറല്ല എന്ന സ്വാഭാവികമായ ഒരു എതിർപ്പായിരുന്നു അവിടെ യുവാക്കൾ ഉയർത്തിയത്. പക്ഷേ അതിനെ വിലവെക്കാതെ ആ പ്രതിഷേധത്തെയും അവരുടെ വികാരത്തെയും ഒരു തരത്തിലും മാനിക്കാതെ രൂപത്തിൽ മാലയിട്ട് മാത്രമേ മടങ്ങൂ എന്നൊരു പിടിവാശി അണ്ണാമലൈ കാണിച്ചു. അത് വലിയൊരു സംഘർഷത്തിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് പോലീസിനെ ഉപയോഗിച്ച് ബലം പ്രയോഗിച്ച് ഈ വിശ്വാസികളെ പള്ളിയിൽ നിന്നും മാറ്റിയതിന് ശേഷം അണ്ണാമലൈ അവിടെ രൂപത്തിൽ മാലയിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ആ സംഭവത്തെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കേസ് അണ്ണാമലയ്ക്കെതിരെ എടുത്തിരിക്കുന്നത്. കീർത്തി, ശരി, നിഖിലാണ് വിവരങ്ങൾ.